എന്ത് രാത്രി വന്നേ? ഇതെന്ത് മീനാട്ടാ? ഇവിടെ 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 കോട്ട. ഹേ ഗായ്സ്, അപ്പോൾ ഇന്നൊരു നൈറ്റ് വ്ളോഗാണ്. നൈറ്റ് വ്ളോഗ് എന്നൊന്നും പറയാൻ കഴിയില്ല, പിന്നെ രാത്രിക്കുള്ളൊരു ചെറിയൊരു സംഭവം. അപ്പോൾ 12 മണിക്ക് വീട്ടിൽ വന്ന ഒരാളാണ് ഇത്. എന്ത് രാത്രി വന്നേ? വേറെ ആരുമല്ല, ശ്യാമേട്ടനാണ്. ശ്യാമേട്ടൻ ഉണ്ടല്ലോ, ഇവിടെ ആയിക്കര കടപ്പുറമുണ്ട് കണ്ണൂരുള്ള. അപ്പോൾ അവിടെ പോയിട്ട് മീൻ വാങ്ങിയിട്ട് വന്നതാണ് 12 മണിക്ക്. എല്ലാവരും വിചാരിക്കും ഇവനെന്ന പ്രാന്താന്ന് തോന്നുന്നു. അതായത് ഈ സമയത്ത്, അതായത് രാത്രിക്കെല്ലാം പോയി കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും. അത് പിടിച്ചിട്ട് വന്നപാടുള്ള മീനെല്ലാം കിട്ടും. അങ്ങനെ അത് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ശ്യാമേട്ടൻ. അയിലയും പിന്നെന്തോ ഒരു കോലീന്നാ അങ്ങനെ എന്തോ പറഞ്ഞ ഒരു മീനും കൂടിയാണ് ഉണ്ടായത്. എനിക്ക് പിന്നെ ഈ മീനിനെ പറ്റിയൊന്നും വലിയ ജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം പറയുന്നത് കേട്ടോ. നിങ്ങളുടെ നാട്ടിലെല്ലാം ഈ മീനെല്ലാം എന്നാ പറയുവാന്നുള്ളതെല്ലാം കമൻറ്റ് ചെയ്യണേ. അങ്ങനെ മീൻ കൊണ്ടുവന്നപാടെ തന്നെ നമ്മളത് പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യുക. നട്ടപ്പതിരൊക്കെ കൊണ്ടുവന്നാൽ പിന്നെ കറിയൊന്നും വെക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഈ മീൻ ഇതാണ് കോലി എന്ന് പറയുന്ന മീൻ കേട്ടോ. അങ്ങനെ അയില വേറെ, കോലി വേറെ, അങ്ങനെ വേറെ വേറെ പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ എടുത്ത് വെക്കുക ചെയ്യുന്നത്. എല്ലാവരും വിചാരിക്കും ഈ ശ്യാമേട്ടൻ മാത്രം എന്നാൽ പണിയെടുക്കുന്നതെന്ന്. നമ്മളെല്ലാം കുളിച്ചിട്ടില്ലേ, ശ്യാമേട്ടൻ കുളിച്ചിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ശ്യാമേട്ടൻ മീനെല്ലാം എടുത്ത് വെക്കുന്നത്. അങ്ങനെ ശ്യാംബാബു ഈ 2 അയിലയും കോലിയും വേറെ വേറെ പാത്രത്തിലാക്കിയിട്ട് നിറച്ചും വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. നിറച്ചും വെള്ളം ഒഴിച്ച് വെച്ചാൽ പെട്ടെന്നൊന്നും മീൻ മോശമായി പോവില്ല. അതായത് ആ ഫ്രഷ്നെസ് അങ്ങനെ തന്നെ ഉണ്ടാവുമെന്നാണ് അമ്മേൻ്റെ ഒരു കണ്ടുപിടുത്തം. അപ്പോൾ സംഭവം ശരി തന്നെയാണ് കേട്ടോ, അങ്ങനെ തന്നെയാണ് ഉണ്ടാവല്. പിന്നെ അത് ചിക്കനുണ്ട്, മീനുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. ഇത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതിൻ്റെ ഇടയ്ക്ക് ആ ശ്യാമേട്ടനോട് ക്യാമറയിൽ നോക്കാനാണ് പറയുന്നത്. ശ്യാമേട്ടൻ തെറ്റിദ്ധരിച്ചു ഗൈസ്. അങ്ങനെ എനിക്കൊരു ഉമ്മ കിട്ടി. അതെന്തായാലും കുഴപ്പമില്ല. അങ്ങനെ 12 മണിക്ക് വരുമ്പോൾ ശ്യാമേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ എന്നോട് ചോദിച്ചു എന്തെങ്കിലും വാങ്ങണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പത്തൽ തിന്നാൻ തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പം വാവയില്ലോണ്ടാണ്, ഇല്ലെങ്കിൽ ഞാനും പോകുമായിരുന്നു മീൻ വാങ്ങാൻ രാത്രിക്ക്. എന്നിട്ട് നമ്മൾ തട്ടുകടയിലെല്ലാം പോയിട്ട് ഭക്ഷണമെല്ലാം കഴിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അപ്പോൾ ശ്യാമേട്ടൻ പറഞ്ഞു ഞാൻ വരുമ്പോൾ വാങ്ങിക്കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് പത്തലും പിന്നെ ചിക്കൻ കബാബും വാങ്ങിക്കൊണ്ട് തന്നിട്ടായിരുന്നു. അങ്ങനെ ഞാൻ വെട്ടി വിഴുങ്ങുകയാണ് ഗൈസ്. 12 മണിക്ക് പത്തലും കബാബും. എനിക്ക് ഏത് സമയത്താണെങ്കിലും ഭക്ഷണം ഇറങ്ങും, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിച്ചു. വാവ വേഗം ഉറങ്ങിയതുകൊണ്ട് തന്നെ അന്ന് നന്നായി തിന്നാൻ പറ്റി, അതന്നെ വലിയ കാര്യം. അപ്പം നട്ടപ്പാതിര ഭാരത ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാനേ പാടില്ല. എല്ലാവരും ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം.